നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റാണ്. അതിൽ വരുന്ന ആദ്യ പാഠഭാഗമാണ് അടുക്കള. അമൃതം നുകര എന്നതാണ് ആദ്യ യൂണിറ്റിൻ്റെ പേര്. ഇതൊരു ഗദ്യ കാവ്യമാണ്. എഴുതിയിരിക്കുന്നത് ടി.പി. രാജീവൻ. ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് കേൾക്കാം. പാഠം അടുക്കള. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ചു മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്തു തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. പാഠഭാഗത്തിൻ്റെ ആശയമെന്ന് നോക്കിയാലോ. ഇവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ ഈ പ്രകൃതിയിലുണ്ട്. പ്രകൃതി വിഭവങ്ങളായിട്ട് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ വിശക്കുന്ന മനുഷ്യർക്കും ജീവജാലങ്ങളുടെയും നിലവിളി എങ്ങും ഉയർന്നു കേൾക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്, വിഭവങ്ങളുണ്ട്. പക്ഷേ വിശക്കുന്നവരുണ്ട്, ആഹാരം കിട്ടാത്തവരുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കും ആഹാരമില്ലാതെ അലയുന്നുണ്ട്. അതിൻ്റെ നിലവിളിയൊക്കെ നമ്മൾ ഇവിടെ മുഴങ്ങി കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഭൂമിയിലെ എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു അടുക്കളയായി സങ്കല്പിച്ചുകൊണ്ട് ടി.പി. രാജീവൻ എഴുതിയ കവിതയാണ് അടുക്കള. വിഭവങ്ങൾ ഒരുക്കുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും തിരക്കിനിടയിൽ വിശക്കുന്ന മനുഷ്യൻ്റെ നിലവിളി കൂടി അടയാളപ്പെടുത്തുന്നതാണ് ഈ കവിത. സുഭിക്ഷതയ്ക്കൊപ്പം അടങ്ങാത്ത വിശപ്പിനെയും ഈ കവിതയിലൂടെ കവി കാണിച്ചു തരുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യവും സമൃദ്ധിയും സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. സമൃദ്ധമായ താഴ്വരയിലെ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരു അടുക്കളയെക്കുറിച്ചാണ് കവി പറയുന്നത്. ഭൂമി തന്നെയാണ് ഇവിടെ അടുക്കള. എങ്കിലും കവി അത് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. വിലക്കുകളോ ഉപാധികളോ ഒന്നുമില്ലാതെ ആർക്കും കടന്നിരുന്ന് ഇഷ്ടമുള്ളത് തിന്നാൻ സ്വാതന്ത്ര്യമുള്ളതിനാലാണ് ആരോ മറന്നു വെച്ചതുപോലെ അത് കാണപ്പെടുന്നത്. കാലങ്ങളായി ഈ അടുക്കള ഇവിടെ ഉണ്ട്. എന്നാൽ ആരും അതിനെ നിയന്ത്രിക്കുകയോ അടക്കി നിർത്തുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഏവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരടുക്കളയായി ലോകത്തെയാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമി മനുഷ്യർക്ക് ആവശ്യമായ, മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് വേണ്ട രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ആശയതലത്തിലേക്കാണ്. അവിടെയും സ്വാതന്ത്ര്യമുണ്ട്, യഥേഷ്ടം എടുക്കാം. പക്ഷേ അവിടെയും ആ ഭക്ഷണം കിട്ടാതെ വിലപിക്കുന്ന, നിലവിളി കൂട്ടുന്ന, മുറവിളി കൂട്ടുന്ന ആളുകളും ജീവജാലങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് കവി പറയുന്നത്. ഇത്ര സമൃദ്ധമായ ഈ അടുക്കള ആരായിരിക്കും ഇവിടെ മറന്നു വെച്ചത്? കവി ചോദിക്കുകയാണ്. എനിക്ക് ഭക്ഷണം തന്ന് വളർത്തിയത് എൻ്റെ അമ്മയാണ്. അടുക്കളയിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അമ്മയെയാണ്. ഈ അമ്മയ്ക്ക് മുമ്പുള്ള, അമ്മമാർക്കെല്ലാം മുമ്പുള്ള മാതൃത്വമാവാം, അമ്മയാവാം ഈ അടുക്കളയെ ഇവിടെ വെച്ച് പോയത്. എല്ലാ മക്കൾക്കും ഭക്ഷണം തരുന്ന അമ്മയെയും മാതൃത്വത്തെയും കുറിച്ചുള്ള സങ്കല്പമാണ് ഈ വരികളിലുള്ളത്. നമ്മൾ പറയില്ലേ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രകൃതിയിലുണ്ട്. ആ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കണം എന്നാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളത്. നമ്മുടെ പൂർവികർ ഇതൊക്കെ നമുക്ക് വെച്ചതുകൊണ്ടാണ്, ഇവിടെ നമുക്ക് ഒരുക്കി തന്നതുകൊണ്ടാണ് ഇത്രയും സുഭിക്ഷമായിട്ട് നമുക്കിവിടെ ജീവിച്ചു പോകാൻ സാധിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എല്ലാ മക്കൾക്കും ഭക്ഷണം തരുന്ന അമ്മയെയും മാതൃത്വത്തെയും കുറിച്ചുള്ള സങ്കല്പമാണ് ഈ പ്രകൃതിയാകുന്ന അമ്മ. അതേസമയം അടുക്കള പെണ്ണിൻ്റേത് മാത്രമാണോ എന്ന ചോദ്യത്തിലേക്കും ഈ വരികൾ നയിക്കുന്നുണ്ട്.
അടുക്കളയിൽ തളയ്ക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വേദനയും ഈ വരികളിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പഴയ ഏതോ ഒരു അമ്മ മറന്നു വെച്ചതാവാം അടുക്കള എന്ന പ്രയോഗത്തിൽ ഈ സൂചനകളെല്ലാം ഒതുക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയാകുന്ന അടുക്കളയിലെ പാചകപ്പണികളുടെ തിരക്കാണ് അടുത്തതായി കവി വർണ്ണിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് പാകം ചെയ്യുന്നത്? സസ്യ ആഹാരമുണ്ട്, മത്സ്യമുണ്ട്, മാംസമുണ്ട്. ആ വിഭവങ്ങളെല്ലാം ഒരുപോലെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നന്നത്തെ ആഹാരത്തിന് മാത്രം എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വന്ന് വിശപ്പടക്കുന്നു, പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു. അങ്ങനെ അടുക്കളയിലെ അവസാനമില്ലാത്ത ജോലികൾ വിവരിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്, നൈരന്തര്യം തന്നെയാണ് കവിയോട് ഉദ്ദേശിക്കുന്നത്. നിരന്തരമായിട്ട് ആ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെച്ചുണ്ടാക്കിയും ഊട്ടിയും ഉണ്ടും വൃത്തിയാക്കിയും അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് മനുഷ്യൻ്റെ ജീവിതം. മറ്റു ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. അവർക്കുള്ളത് അവരുടേതായ പങ്ക് അവർ കഴിക്കുന്നു. അങ്ങനെ ഇത്രയും വളരെ വലുതായത്, മഹത്തരമായതും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ സത്യത്തിൽ ആരാണ് ചെയ്യേണ്ടത്? ഇവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ, അതായത് സ്ത്രീയും പുരുഷനും ചേർന്ന് ചെയ്യേണ്ടതാണ് എന്നൊരാശയം കൂടി ഇവിടെ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ അടുക്കള? അല്ല. അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ, എന്തിന് നിങ്ങൾ കൊച്ചുകുട്ടികൾ വരെ നിങ്ങളുടെ അമ്മയെ സഹായിക്കണം. നിങ്ങൾക്ക് ഒഴിവുള്ള സമയമൊക്കെ, അടുക്കള എന്ന് പറയുന്ന ഒരു കലാശാലയാണ്, ഒരു യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് അവിടെ ഒരുക്കുന്ന വിഭവങ്ങളും അതിൽ കൃത്യമായിട്ട് ചേർക്കപ്പെടുന്ന ചേരുവകളൊക്കെ തന്നെ, അതിൻ്റെ ആ അളവ് എല്ലാം വളരെ, അതിൻ്റെ കളറ്, അതിൻ്റെ ഗുണം, അതിൻ്റെ മണം, രുചി എല്ലാത്തിനും വ്യത്യസ്തമാണ്. മധുരം, കയ്പ്പ്, പുളിപ്പ്, എരിവ്, അങ്ങനെ വ്യത്യസ്തമായ രുചിഭേദങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിനെ അതിൻ്റെ ആസ്വാദ്യതയും അതുണ്ടാക്കുന്നതിൻ്റെ പരിശ്രമവും കഷ്ടപ്പാടും എല്ലാം തന്നെ നമ്മൾ നോക്കിക്കാണാനുള്ളൊരവസരമാണ് അടുക്കളയിൽ പോയിട്ട് അമ്മയെ ഒന്ന് സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാകുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് കവിത അവസാനിക്കുന്നത്. എല്ലാവരുടെയും വിശപ്പ് അടങ്ങിയിട്ടില്ല. ആരും ഇവിടെ ഒരാൾ വിശന്ന് നിലവിളിക്കുന്ന ഒരാളിവിടെ ബാക്കിയായിട്ടുണ്ട്. ആ തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കുക. ഒരാളും വിശന്ന് നിലവിളിക്കാത്തൊരു ഭൂമി സ്വപ്നം കാണാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ്, നമുക്ക് പ്രേരണയാകുന്നതാണ് ഈ ശക്തമായ വരികളിലൂടെ ടി.പി. രാജീവൻ ആവിഷ്കരിക്കുന്ന അടുക്കള എന്ന കവിത. നമ്മൾ പറയില്ലേ, ഭക്ഷണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണം. നമുക്കത് ഉണ്ടാക്കുന്നതും അത് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കഴിക്കാനുള്ള രുചികരമായ ആഹാരമായി നമ്മുടെ മുന്നിലെത്തുന്ന ആ വിഭവത്തിൻ്റെ പിന്നിൽ എത്ര ആളുകളുടെ പരിശ്രമമാണ് ഇല്ലേ, എത്ര പേരുടെ അധ്വാനമാണ്, എത്ര പേരുടെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് ആ ഭക്ഷ്യവിഭവങ്ങളിൽ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് പച്ചക്കറി ആയാലും മത്സ്യമായാലും മാംസമായാലും എന്തുവേണ്ട സകലതും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഒരുക്കിയെടുക്കുക, അതെല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ പദാർത്ഥങ്ങൾ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ, നമുക്ക് കഴിക്കാൻ ആവശ്യം കഴിഞ്ഞാൽ എന്നല്ല, കളയാനായിട്ട് നമ്മൾ എടുക്കരുത്. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ ഈ കവിത എന്ന് പറയുന്നത് ഒരു സംസാര ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗദ്യരൂപമാണ്. ഭൂമിയുടെ സമൃദ്ധിയും വിശപ്പിൻ്റെ ആഴമൊക്കെ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഈ പ്രവർത്തന ശൈലികളും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ വിവേചനങ്ങളും ഒക്കെ വളരെ ധ്വന്യാത്മകമായിട്ട് വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ഈ ഗദ്യഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അവസാന വരി തന്നെ ആ വാക്കുകളുടെ തീക്ഷ്ണത. ഇത്രയൊക്കെ ഒരുക്കിയിട്ടും ഒരാൾക്ക് വിശപ്പടക്കാനായിട്ടില്ല, വിശപ്പിന് വേണ്ടി കേഴുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ട് നിർത്തുന്നതാണ് പാഠം അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുക്കള എന്നുള്ള പാഠഭാഗവും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയും നിങ്ങളുടെ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടെത്തിക്കാൻ ഈ പാഠഭാഗം സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ എന്ത് വേണം? അമ്മ ഭക്ഷണം ഒരുക്കുമ്പോൾ അതിൽ ചേർക്കുന്നത് ചേരുവകൾ മാത്രമല്ല, അമ്മയുടെ സ്നേഹം കൂടി അതിൽ ചേർക്കുന്നുണ്ട്.
വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ആഹാരം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഭക്ഷണം ഒരുക്കുന്നത്. അപ്പോൾ കുട്ടികളായി നിങ്ങൾ എന്ത് വേണം? അമ്മ ഉണ്ടാക്കിത്തരുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ഇഷ്ടത്തോടെ അത് കഴിക്കുക. അമ്മയോട് പറയുക വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തായിരിക്കും സന്തോഷം, ഇല്ലേ? അപ്പോൾ അങ്ങനെ വേണം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ഈ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ അമ്മയ്ക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് അതിനാവശ്യമായ സാധനങ്ങൾ വേണം. ഈ സാധനങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം? ആ സാധനങ്ങൾ വാങ്ങാൻ പൈസ വേണം. പൈസയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, അല്ലേ? അധ്വാനിച്ചാൽ മാത്രം നമുക്ക് ഈ സാധനം കിട്ടില്ലല്ലോ. അത് ഒരുക്കാൻ കൃഷിയിടങ്ങൾ വേണം. അതിൽ പണിയെടുക്കുന്ന വെയിലും മഞ്ഞും മഴയൊക്കെ അവഗണിച്ച് പണിയെടുക്കുന്ന കൃഷിക്കാർ വേണം, കർഷകർ വേണം. അങ്ങനെ എത്ര പേരുടെ പരിശ്രമ ഫലമായിട്ടാണ് നമ്മുടെ മുന്നിൽ ഒരു ആഹാരം രൂപപ്പെടുത്തിയെടുക്കാൻ ഓരോ വിഭവങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ഇനി വാങ്ങിക്കൊണ്ടെന്നാലോ അത് രുചികരമായ ഒരു ആഹാരമായി മാറ്റുന്നതിനെന്താ? അമ്മയാണ് അവിടെ കഷ്ടപ്പെടുന്നത്. എത്ര പേരുണ്ട്? എത്ര പേരുടെ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കുന്നുണ്ട്? നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമാണ് അടുക്കളയിൽ കയറുന്നത്. ഒന്ന് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ പറയണം. എന്ത്? എൻ്റെ വീട്ടിൽ അമ്മയാണ് ഭക്ഷണം ഒരുക്കുന്നത്, അല്ല എൻ്റെ വീട്ടിൽ എല്ലാവരും ചേർന്നിട്ടാണ്, ഞങ്ങളുടെ ചെറുതായ ജോലികളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാവരും ചേർന്നിട്ടാണ്. അവിടെ കുട്ടി, അമ്മ, അച്ഛനൊന്നുമില്ല. ഞങ്ങൾക്ക് വളരെയധികം സ്നേഹത്തോടെ സഹകരിച്ച് സന്തോഷത്തോടെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്, ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ വളരെ സ്നേഹം നിറഞ്ഞതാണ്, സന്തോഷം നിറഞ്ഞതാണ് ഞങ്ങളുടെ അടുക്കള എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് പറയാൻ പറ്റണം. പാഠഭാഗം ഇഷ്ടപ്പെട്ടാൽ, ആശയം മനസ്സിലായാൽ എന്ത് വേണം? എൻ്റെ കൊച്ചു പ്രിയപ്പെട്ട കുട്ടികൾ അത് സ്നേഹത്തോടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ 6ാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഞാൻ 6ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ പാഠഭാഗങ്ങളും വളരെ ഭംഗിയായിട്ട് വായിച്ച് ആശയം വിശദീകരിച്ച് തരാനൊക്കെ ഞാൻ ശ്രമിക്കും.